എലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ മൊത്തം സ്വത്തിൻ്റെ 14 ഇരട്ടി വരും. ആ 30,000 ടൺ സ്വർണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ മൈൻ ചെയ്ത സ്വർണങ്ങളിലെ 14% ഇന്ത്യയിലാണ്. ഈ 18 വർഷം കൊണ്ട് 800% വ്യത്യാസം. ഇതുകൊണ്ടൊക്കെയാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സ്വർണം എന്ന് പറയാൻ കാരണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ക്രാഷ് പേടി. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലോ ഭാവിയിൽ സ്ഥലത്തിന് വില കുറയോ എന്നുള്ള പേടി. എന്നാൽ ബാങ്ക് FD ഇടാമെന്ന് കരുതിയാലോ ടാക്സ് പേടി. ഇങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഗോൾഡ്, നമ്മുടെ സ്വർണം. ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ല ധാരണ ഉള്ളത് നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾക്ക് തന്നെയാണ്. കഴിഞ്ഞ 15 വർഷത്തിൻ്റെ ഇടയിൽ 12,006 ടൺ സ്വർണ്ണമാണ് നമ്മുടെ വീടുകളിലേക്ക് വാങ്ങിയത്. ഏകദേശം $700 ബില്യൺ. ഇന്ത്യൻ റുപ്പി പറയുകയാണെങ്കിൽ 59 ലക്ഷം കോടി രൂപ. ദ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ വീടുകളിൽ 25,000 ടൺ സ്വർണ്ണം ഉണ്ടെന്നാണ് പറയണത്. ഏകദേശം 28,145 ട്രില്യൺ വിലയുണ്ട് അതിന്. ഇന്ത്യൻ മണി അനുസരിച്ച് ഇത്ര സംഖ്യയുണ്ട്. ഇത് വായിക്കാൻ പറ്റണവർ വായിച്ചോ. ഇത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു വ്യക്തി ഉണ്ടല്ലോ, എലോൺ മസ്ക്, അദ്ദേഹത്തിൻ്റെ മൊത്തം സ്വത്തിൻ്റെ 14 ഇരട്ടി വരും. ഇനി നമ്മുടെ വീടുകളിൽ മാത്രമല്ല RBIൻ്റെ കയ്യിലും കുറച്ച് സ്വർണ്ണമുണ്ട്. അത് ഏകദേശം 879.59 മെട്രിക് ടണ്ണ് വരും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ, രൂപേൻ്റെ മൂല്യത്തകർച്ച ഉള്ളപ്പോൾ ഒക്കെ അത് ഉപയോഗിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്വർണം കൊടുത്ത് രൂപ വാങ്ങി തൽക്കാലം ഈ മൂല്യത്തകർച്ചയും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റും. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. ഇപ്പോൾ 1-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗോൾഡ് റിസർവ് ഉള്ളത് US-നാണ്. ഇന്ത്യൻ്റെ സ്ഥാനം 9-ാം സ്ഥാനമാണ്. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഏകദേശം 3,000 മുതൽ 5,000 ടൺ സ്വർണം വരെ ഈ ക്ഷേത്രങ്ങളിൽ ഉണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടുമ്പോൾ 25,000, ഈ ഒരു 5,000, പിന്നെ 800, നമുക്ക് ഏകദേശം ഒരു 30,000 ടൺ സ്വർണ്ണം ഉണ്ടെന്ന് തൽക്കാലം ആ കണക്കെടുക്കാം. ആ 30,000 ടൺ സ്വർണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ മൈൻ ചെയ്ത സ്വർണ്ണങ്ങളിലെ 14% ഇന്ത്യയിലാണ്. 2007 10 ഗ്രാം സ്വർണം 24 ക്യാരറ്റാണ് പ്യുവർ ഗോൾഡ് 10,598 രൂപ വരുന്നത്. എന്നാൽ ഇപ്പോൾ 2025 അത് ഏകദേശം 99,000 രൂപയായി. ഈ 18 വർഷം കൊണ്ട് 800% വ്യത്യാസം. ഇപ്പം ഞാൻ 18 വർഷം മുമ്പ് 2007 2 ബോക്സ് എടുത്തു. ഒരു ബോക്സിൽ 1 ലക്ഷം ഇട്ടു, അടുത്ത ബോക്സിൽ 1 ലക്ഷത്തിൻ്റെ സ്വർണ്ണം ഇട്ടു. ഈ 18 വർഷം കഴിഞ്ഞ് 2025 ഞാൻ ബോക്സ് തുറക്കുമ്പോൾ 1 ലക്ഷത്തിൻ്റെ സ്വർണം 8 ലക്ഷത്തിൻ്റെ സ്വർണ്ണമായി. 1 ലക്ഷം രൂപ ആ 1 ലക്ഷം രൂപയായിട്ട് നിൽക്കണം. ഇതുകൊണ്ടൊക്കെയാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റാണ് സ്വർണം എന്ന് പറയാൻ കാരണം. 2007 10 ഗ്രാം വാങ്ങിയിരുന്ന സ്വർണം ഇന്ന് നമുക്ക് ആ വിലയ്ക്ക് 1.1 ഗ്രാം വാങ്ങാനേ പറ്റൂ. ഇനി ഇൻഫ്ലേഷൻ്റെ കാര്യം കൂടി എടുക്കണം. ഈ ഒരു സമയത്ത് 6 മുതൽ 7% വരെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 6.5% എടുത്തു ഇൻഫ്ലേഷൻ. ആ 6.5% കൂടി കൂട്ടുമ്പോൾ 3 ഇരട്ടി 300% റിട്ടേൺ തന്നു. ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡിപ്രീസിയേഷനാണ് വരുന്നത്. വില ഇങ്ങനെ കുറഞ്ഞു വരിക. സ്വർണത്തിൻ്റെ കാര്യം വില ഇങ്ങനെ കൂടി വരിക. ഈ സമയത്ത് നേരെ മറിച്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള നിഫ്റ്റി 50 ഏകദേശം 300% റിട്ടേണേ തന്നിട്ടുള്ളൂ. നിഫ്റ്റി 50 വർക്ക് ചെയ്യണ ഏറ്റവും ടോപ്പായിട്ടുള്ള 50 കമ്പനികളാണ്, ബ്ലൂ ചിപ്പ് കമ്പനികൾ. അവർക്ക് പോലും ആ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 300% വരുന്നുള്ളൂ. എന്നാൽ ഈ സമയത്ത് സ്വർണ്ണം 800% റിട്ടേൺ തന്നിരിക്കണം. അതുകൊണ്ടൊക്കെയാണ് സ്വർണ്ണമാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സ്വർണ്ണം. കയ്യിൽ കാശുണ്ടെങ്കിൽ. കാശില്ലാത്തവർക്ക്